വിശാഖപട്ടണത്തെ കാഴ്ചകൾക്കിടയിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സബ്മറൈനാണ്, INS കുരുസുര. ഇത് ഇന്ത്യൻ നേവിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സബ്മറൈനാണ്. 1970 മുതൽ 2001 വരെ പ്രവർത്തിച്ചിരുന്ന ഒരു റിയൽ സബ്മറൈനാണ്. പിന്നീട് ഇത് ഡീകമ്മീഷൻ ചെയ്ത് ഒരു മ്യൂസിയമായിട്ട് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇവിടെ വരാനും ഇത് കണ്ട് മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരങ്ങളാണ് കിട്ടിയത്. ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയിൽ അതിപ്രധാനമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ സബ്മറൈൻ. നമ്മളിപ്പോൾ കാണുന്ന ഈ സബ്മറൈൻ ഉണ്ടല്ലോ, ഇത് മാസങ്ങളോളം കടലിനടിയിൽ യാത്ര ചെയ്തിരുന്നതാണ്. എന്നിട്ട് മാത്രമാണ് അത് പിന്നീട് കരയിലേക്ക് വന്നിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ നേവി സോൾജേഴ്സ് ഇവിടെയാണ് താമസിച്ചിരുന്നത്. പുറം ലോകവുമായിട്ട് ഓൾമോസ്റ്റ് നോ കോണ്ടാക്റ്റ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, സൺലൈറ്റ് ഇല്ല, ചെറിയ ഒരു സ്പേസിൽ ദിവസങ്ങളോളം ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം. വാർ സമയത്ത് എനിമി ഷിപ്സ് സമയത്തുണ്ടെങ്കിൽ ഈ സബ്മറൈൻ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആകും. ഇത്ര ഒരു ചെറിയ സ്പേസിനുള്ളിൽ മാസങ്ങളോളം ജീവിച്ച് രാജ്യത്തെ കാത്തിരുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ അതിശയകരമാണ്. ഈ സബ്മറൈൻ വെള്ളത്തിൽ കൂടെ പോയിട്ട് സോണാർ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളെ കണ്ടെത്തും. ഇന്നിതൊരു സാധാരണ മ്യൂസിയമായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സൈലൻറ്റ് മിഷൻസിൻ്റെ കഥകൾ ഒരുപാട് ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. 1969 സോവിയറ്റ് യൂണിയനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് ഇന്ത്യയിൽ സേവനത്തിന് വേണ്ടിയിട്ട് എത്തുകയാണ് ചെയ്തത്. 30 വർഷത്തിലധികം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സമുദ്ര അതിർത്തി കാത്തിരുന്നു. ഇതാണ് ഈ സബ്മറൈൻ്റെ കൺട്രോൾ റൂം. ഇവിടെ നിന്നാണ് ഈ വലിയ സബ്മറൈൻ മുഴുവനും നിയന്ത്രിച്ചിരുന്നത്. ഈ സബ്മറൈൻ്റെ പേര് INS കുരുസുര എന്നാണല്ലോ. ഈ കുരുസുര എന്നത് ഒരു വലിയ കടൽപ്പാമ്പിൻ്റെ പേരിൽ നിന്നാണ് വന്നതത്രേ. ഈ സബ്മറൈനിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുക്കളയൊക്കെ നമ്മൾ കണ്ടു. അതിലവർ ദീർഘകാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം കഴിച്ചത് എന്ന് തോന്നി. പക്ഷേ ശ്വസിക്കാൻ ഓക്സിജൻ വേണ്ടേ? അത് ഈ വെള്ളത്തിൽ നിന്ന് തന്നെയാണത്രേ അവർ സൃഷ്ടിച്ചെടുത്തിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ സൈനികർ പ്രത്യേക സ്യൂട്ടൊക്കെ ധരിച്ച് കടലിൻ്റെ മുകളിലേക്ക് വരണമെന്നാണ് ഇവിടുത്തെ ഒരു രീതി. കാണാൻ കഴിയാത്ത ശത്രുക്കളെ കേട്ട് കണ്ടെത്തുന്ന ഒരു സാങ്കേതിക വിദ്യ, സോണാർ, അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ എക്സ്പ്ലോഷൻ പ്രൂഫ് സ്വിച്ചസിൻ്റെയും ബോക്സസിൻ്റെയും ഒക്കെ ഇൻസ്റ്റലേഷനും ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയ ആളാണ്. അതുകൊണ്ട് തന്നെ വെറുതെ നടന്നു പോകാതെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ഇത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. കുറച്ചധിക നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്ത് പുറത്ത് വന്ന് ഈ ആകാശം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക ഫീലായിരുന്നു. അപ്പോൾ മാസങ്ങളോളം ഇതിനകത്ത് ജീവിച്ച് നമ്മളെ കാത്തിരുന്ന നമ്മുടെ സൈനികരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ.